ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ആണും കല്യാണം കഴിച്ചാൽ എന്ത് എന്ന ചോദ്യം വരുന്നത് തലയ്ക്കകത്ത് കിടക്കുന്ന ഒരു കഥയിൽ നിന്നാണ്, ഒരു നരേറ്റീവിൽ നിന്നാണ്, ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ്, ഒരു വാല്യൂ സിസ്റ്റത്തിൽ നിന്നാണ്, ഒരു ചിന്താഗതിയിൽ നിന്നാണ്. ആണും കല്യാണം കഴിക്കാൻ പാടില്ല, പെണ്ണും കല്യാണം കഴിക്കാൻ പാടില്ല, ആണും പെണ്ണും തമ്മിലാണ് കല്യാണം എന്ന കാഴ്ചപ്പാട് വരണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു സ്റ്റോറി തലയിലുണ്ടാവണം, ഒരു നരേറ്റീവ് ഉണ്ടാവണം. ദൈവത്തിന്റെ സ്റ്റോറി തലയിലുള്ളവരെ അങ്ങനെ പറയാൻ പറ്റൂ, ആണും പെണ്ണും തമ്മിലാണ് കല്യാണം. അപ്പൊ ഇന്ന് ഈ ലോകത്തിന്റെ നരേറ്റീവുകൾ വേറെയാണ്, മീഡിയ പ്രസന്റ് ചെയ്യുന്ന നരേറ്റീവ് വേറെയാണ്, സൈബർ ലോകം പ്രസന്റ് ചെയ്യുന്ന നരേറ്റീവ് വേറെയാണ്, സിനിമ പ്രസന്റ് ചെയ്യുന്ന നരേറ്റീവ് വേറെയാണ്. സിനിമയെ പ്രസന്റ് ചെയ്യും എന്താണ്, ആണും തമ്മിലുള്ള ഹോമോസെക്ച്വാലിറ്റിയെ പ്രകീർത്തിക്കുന്ന ആ സിനിമകള് മുഖ്യധാരാ സിനിമയില് നമ്മുടെ വലിയ സെലിബ്രിറ്റികൾ തന്നെ അഭിനയിക്കുന്നുണ്ട്. അത് വേറൊരു നരേറ്റീവാണ്. അത് തെറ്റല്ല, അങ്ങനെയൊക്കെ സംഭവിക്കാം, അത് ശരിയാണ് എന്ന പ്രതീതി ജനിപ്പിക്കുന്ന വിവരണങ്ങൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നമ്മൾ പിശാചിന്റെ ആ തുറന്നു പിടിച്ച വന്യമായ വായ്ക്കകത്ത് അകപ്പെടാതെ പിടിച്ചു നിർത്തുന്നത്? നമ്മൾ നമ്മുടെ കഥ എന്ന് പറഞ്ഞാൽ ബാലരമയിലെ കഥയല്ല, നമ്മുടെ കഥ, നമുക്കൊരു സ്റ്റോറിയുണ്ട്. വി ഹാവ് എ നറേറ്റീവ്. ദൈവം നമ്മളോട് പറഞ്ഞ ഒരു രക്ഷാകര സംഭവം. ദൈവം ആരാണ്, മനുഷ്യനാരാണ്, മനുഷ്യനെങ്ങനെ ജീവിക്കണം, മനുഷ്യനെ ദൈവം എങ്ങനെയാണ് രക്ഷിക്കുന്നത്. ഇറ്റ്സ് എ സ്റ്റോറി, കഥയല്ല, സങ്കല്പമല്ല, ഒരു നരേറ്റീവ്. ഈ നരേറ്റീവ് നമ്മുടെ തലമുറയെ പഠിപ്പിച്ചില്ലെങ്കിൽ, ലോകം പറയുന്ന നരേറ്റീവുകൾ അവർ തലയിലെടുത്ത് വെക്കും. എന്നിട്ട് അവർ പറയും അതിനിപ്പോ എന്താണ്, ദാറ്റ് ഇസ് എ ഡിഫറെന്റ് നരേറ്റീവ്, അത് വേറൊരു കഥയാണ്.